51 എത്തുന്നു. അപ്പോൾ നിതീഷ് കുമാർ എന്ന നേതാവ്, അദ്ദേഹത്തിന് വാർദ്ധക്യമാണ്, അദ്ദേഹത്തെ അങ്കിൾ എന്നാണ് പലപ്പോഴും രാഷ്ട്രീയ എതിരാളികൾ വിശേഷിപ്പിച്ചിരുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഇനി രാഷ്ട്രീയത്തെ നയിക്കാനോ ബീഹാറിനെ നയിക്കാനോ ഒന്നും ശേഷിയില്ല എന്ന വിമർശനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇതാ ഈ ചെറു പാർട്ടികളെ ഇല്ലാതാക്കുന്നു BJP എന്ന ആരോപണത്തിന് ഒരു മറുഭാഗം ഉണ്ടാവുകയാണോ? JDU കൂടുതൽ സ്ട്രോങ് ആയോ? തീർച്ചയായിട്ടും. അതായത് BJP ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് JDUവിനെ പിണക്കാതിരിക്കുക, JDUവിന് ഒരു കുറവും വരുത്താതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ മണ്ഡലങ്ങളിലെ സീറ്റ് ഷെയർ വെച്ചിട്ട് 101 തുല്യമായിട്ട് കൊടുക്കാനുള്ള ഒരു സാധ്യത അവിടെ ഇല്ല എന്ന് വേണമെങ്കിൽ BJPക്ക് വാദിക്കാമായിരുന്നു. കാരണം ഞങ്ങളെക്കാൾ ഒരുപാട് സീറ്റിന് പുറകിലാണ് നിങ്ങൾ, ഞങ്ങൾക്ക് 80 ഉള്ളപ്പോൾ നിങ്ങൾക്ക് 46 ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ പകുതി സീറ്റിൽ, ഞങ്ങൾ 150 സീറ്റ് മത്സരിക്കും, നിങ്ങൾ 75 സീറ്റ് മത്സരിച്ചാൽ മതിയെന്ന് വേണമെങ്കിൽ JDUവിന് പറയാമായിരുന്നു ആ സ്ട്രെങ്ത് വെച്ചിട്ട്. പക്ഷേ അവർ പറയാതിരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് നല്ലപോലെ അറിയാം JDU എന്ന് പറയുന്നത് നിതീഷ് കുമാറാണ്. നിതീഷ് കുമാറിന് JDU, അതായത് JDUവിൻ്റെ 50% വോട്ടെന്ന് പറയുന്നത് നിതീഷ് കുമാർ എന്ന ഒരൊറ്റ വ്യക്തിയിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നിതീഷ് കുമാറിനെ BJP നോവിക്കാതെ കൊണ്ടു നടക്കുന്നത്. കാരണം എന്തെങ്കിലും വിധത്തിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റിയാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം ഡൈവ് ചെയ്യാൻ മിടുക്കനാണ്. സമ്മർ സോൾട്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലെ സമ്മർ സോൾട്ട് അടിക്കുന്ന ആരെയും ഇന്ത്യൻ പൊളിറ്റിക്സിൽ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ആ സമ്മർ സോൾട്ട് ചെന്ന് വീഴുന്നത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന തട്ടകത്തിൽ 4 കാലും പൊക്കിയായിരിക്കും. ആ വിധത്തിൽ അദ്ദേഹത്തിന് കളിക്കാനറിയാം. അങ്ങനെ നിൽക്കുന്ന ഒരു കളിക്കാരനാണ് നിതീഷ് കുമാർ. ഗെയിം ചേഞ്ചറാണ്. ഒപ്പം നിതീഷിന്റെ ഇന്നലകൾ പരിശോധിച്ചാൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ 5 തവണ കളം മാറ്റി ചവിട്ടിയ നേതാവ് കൂടിയാണ്. അതുമാത്രവുമല്ല, തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിയുടെ ഭാഗമായി നിന്ന് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്ത ശേഷം മറുചേരിയിൽ നിന്നുള്ളവരെ അടർത്തിയെടുത്തുകൊണ്ട് ഭരണത്തിലേറുക. അതായത് നിതീഷ് എപ്പോഴും ഭരണത്തിൻ്റെ ഭാഗമായിരിക്കും. കഴിഞ്ഞ കുറേ നാളത്തെ ചരിത്രം പരിശോധിച്ചാൽ, ഇപ്പോൾ റോണി കെ ബേബി കൂടി ഉണ്ട്, കോൺഗ്രസ് നേതാവ്. ശ്രീ റോണി, ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ താങ്കളോട് എൻ്റെ ചോദ്യം ഈ മട്ടിലാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യത്തിൽ ഭരണകക്ഷിയോടൊപ്പം തന്നെ നിൽക്കാൻ പറ്റുന്ന ഒരു പ്രതിപക്ഷം ഉണ്ടാകണം. അപ്പോഴാണ് കൂടുതൽ ശക്തമായ ഒരു സർക്കാർ സംവിധാനം പ്രവർത്തിക്കൂ, ജനക്ഷേമ പദ്ധതികൾ ഉണ്ടാവൂ, കൃത്യമായി ഭരണപക്ഷത്തിൻ്റെ ചോദ്യം ചെയ്യാനും അവരെ തിരുത്താനുമൊക്കെ ശേഷിയുള്ള ഒരു പ്രതിപക്ഷം ഉണ്ടാകണമെന്ന് വ്യക്തിപരമായി ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇതാ ഈ ഡേറ്റകൾ പരിശോധിക്കുമ്പോൾ താങ്കളോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ എനിക്ക് സാധിക്കാതെ പോകുന്നു. കാരണം കോൺഗ്രസ് ഏതാണ്ട് ചിത്രത്തിലേ ഇല്ല. ബീഹാറിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ് ഇപ്പോൾ നിൽക്കുന്നത് 4 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നത് മാത്രമാണ്. ഇത്രമേൽ തകർന്നടിഞ്ഞു പോയി കോൺഗ്രസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം അതിന് കാരണം, ശ്രീ റോണി? ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കാണുകയും വിശകലനം ചെയ്യുമ്പോൾ കോൺഗ്രസുകാർ മാത്രമല്ല നിരാശപ്പെടുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ഈ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥിതി നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും, അത് കോൺഗ്രസുകാരല്ലാത്തവരുണ്ടാവാം, അവരൊക്കെ ഇന്ന് വലിയ നിരാശയിലാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് ജയിക്കും, ദേവരാജ്യങ്ങൾ ഉണ്ടാകും, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ ആസൂത്രിതമായി, വളരെ ആസൂത്രണം ചെയ്ത്, ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കും തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ കോൺഗ്രസ് ഒരു ന്യായീകരണവുമായി വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ജസ്റ്റിഫിക്കേഷനുമായി വന്നിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ കൃത്യമായി തന്നെ ഉറച്ച ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും ഒരു 15,000-25,000 വോട്ടുകൾ അടർത്തി മാറ്റുമ്പോൾ നമ്മൾ 2020 ഡേറ്റ പരിശോധിക്കണം. അന്ന് 63 അസംബ്ലി മണ്ഡലങ്ങളിൽ ജയിച്ചവരുടെ മാർജിൻ 5000-ൽ താഴെയാണ്. 18 കോൺസ്റ്റിറ്റ്യുവൻസികളിൽ ജയിച്ചവരുടെ മാർജിൻ എന്ന് പറയുന്നത് 500-ൽ താഴെയാണ്. അതായിരുന്നു 2020 തെരഞ്ഞെടുപ്പ്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് വളരെ കൃത്യമായി തന്നെ ഇവിടെ കണ്ടു. ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് 2-3 മാസങ്ങൾക്ക് മുമ്പാണ് SIR. പക്ഷെ അത് പറയുമ്പോൾ ഒരുപക്ഷെ BJPയുടെ വക്താവ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ചിരിക്കുമായിരിക്കും. ഞാൻ ഇവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യം. എനിക്ക് ഞാൻ പലപ്പോഴും ചോദിച്ച ആഗ്രഹം, ഇതുവരെ എനിക്ക് ഒരു ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. SIR നിങ്ങൾ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ BJP 1984 രൂപം കൊണ്ടപ്പോൾ മുതൽ അവർ ആവശ്യപ്പെടുന്ന ആസാമിലാണ്. എന്തുകൊണ്ടാണ് അവർ ആസാമില് SIR നടപ്പാക്കാതെ അവര് ബീഹാറിൽ? ഇത് വളരെ കൃത്യമാണ്. കാരണം ബീഹാറിൽ അവർക്ക് ജയിക്കണം, എന്തു വില കൊടുത്ത് ജയിക്കണം. കാരണം മോദി സർക്കാരിന്റെ ഭാവി പോലും നിലനിൽക്കുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തെ ആശ്രയിച്ചാണ്. ബീഹാറിൽ ഒരു തിരിച്ചടി ഉണ്ടായാൽ, JDUവിന് ഒരു ക്ഷീണമുണ്ടായാൽ, BJPക്ക് ഒരു ക്ഷീണമുണ്ടായാൽ, അത് ആത്യന്തികമായി സ്വന്തമായി ഭൂരിപക്ഷം പോലും ഇല്ലാതെ ഡൽഹിയിൽ നിൽക്കുന്ന മോദി
ഭരണകൂടത്തെ ബാധിക്കും, മോദി ഭരണം താഴെ പോകും എന്ന കൃത്യമായ ബോധ്യത്തിൽ എന്ത് വില കൊടുത്തും ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ജയിക്കുക. പക്ഷേ അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് അക്കാര്യം ബോധ്യപ്പെട്ടിരുന്നില്ലേ റോണി? കാരണം ഈ വോട്ടുകൊള്ള എന്ന ആരോപണം ആരാണ് മുന്നോട്ട് വെച്ചത്? അത് രാഹുൽ ഗാന്ധി തന്നെയാണ് വോട്ടുകൊള്ള എന്ന ആരോപണം മുന്നോട്ട് വെച്ചത്. അത് മാത്രമല്ല, ആ വോട്ടുകൊള്ള ആരോപണത്തെ തുടർന്നാണല്ലോ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലേക്ക് പോയത്. ആ ഘട്ടത്തിൽ ഇതിൽ കൃത്യമായി സ്റ്റാൻഡ് എടുക്കുക, കൃത്യമായി ഇടപെടുക, അങ്ങനെ ഒരു തിരുത്തലല്ലേ വേണ്ടിയിരുന്നത് ശ്രീ റോണി? വോട്ടുകൊള്ളയാണെങ്കിലും SIR ആണെങ്കിലും അത് ഈ രാജ്യത്ത് നടപ്പാക്കുന്നത് ആരാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വോട്ടുകൊള്ളയുടെ പല മാർഗങ്ങളാണ്. ഒന്നെങ്കിൽ വോട്ടർ പട്ടികയില് കൂട്ടത്തോടെ ആളുകളെ കുത്തി നിറയ്ക്കും, അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്നും സംഘടിതമായ ആളുകളെ വെട്ടിനിരത്തും. ഇനിയും മൂന്നാമത് അതിനുവേണ്ടി ചെയ്ത വ്യവസ്ഥാപിത മാർഗമാണ്, നിയമപരമായ മാർഗമാണ് SIR എന്ന് പറഞ്ഞത്. ഞങ്ങൾ ഉയർത്തിയ ആരോപണങ്ങൾ തന്നെ മറ്റൊരു രൂപത്തിൽ അവർ നടപ്പാക്കുകയാണ്. വോട്ടർ പട്ടികയിൽ നിന്നും സംഘടിതമായി വോട്ടർമാരെ ഒഴിവാക്കുക. ഞാനത് വളരെ കൃത്യമായി തന്നെ 62 ലക്ഷം ആളുകളെയാണ് ഒഴിവാക്കിയിരിക്കുന്നത്. 2024 തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് 2002 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത 64 ലക്ഷം ആളുകൾ. അവർ ഇത്രയും ഈ 1.5 വർഷം കൊണ്ട് 64 ലക്ഷം ആളുകൾ മരിച്ചുപോയി എന്നാണ് പറയുന്നത്. മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കപ്പെട്ട എത്രയോ ആളുകൾ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് ദേശീയ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു. എത്രയോ ആളുകൾ പോളിംഗ് ബൂത്തുകളിൽ വന്ന് വോട്ട് ചെയ്യാൻ കഴിയാതെ തിരിച്ചുപോയി. ഒരു ഗ്രാമത്തിലെ വോട്ടർമാരെ മുഴുവൻ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി എന്നിവിടെ പിന്നെ ഇവിടെ മാധ്യമം ഇതെല്ലാം ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തതല്ലേ? മരിച്ചവരെ തന്നെ പത്രസമ്മേളനത്തിൽ കൊണ്ടുവന്ന് ഞങ്ങൾ പ്രദർശിപ്പിച്ചല്ലേ? ഒരു പ്രതിപക്ഷ പാർട്ടി എന്നതിൽ ഞങ്ങൾക്ക് ഇതിനപ്പുറം എന്താ ചെയ്യാൻ കഴിയും? ഞങ്ങൾ എന്താ ഈ തെരുവിലിറങ്ങി കലാപം നടത്തണോ? ഞങ്ങൾ ഈ അപ്പോഴും റോണി, അതായത് ഈ വോട്ട് നില പരിശോധിക്കുമ്പോൾ അങ്ങേയറ്റത്തെ മുന്നേറ്റം എന്ന് തന്നെ നമുക്ക് പറയാമല്ലോ. അതായത് 200-ലധികം സീറ്റുകളൊക്കെ, 243 മണ്ഡലങ്ങളുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ 200-ലധികം സീറ്റുകളിൽ ഒരു മുന്നണി വിജയിച്ചു നിൽക്കുമ്പോൾ ഇനിയും ഇത്തരം ആരോപണങ്ങൾ, അതായത് ഈ വോട്ടുകൊള്ള പോലെയുള്ള, വോട്ട് ചോർച്ച പോലെയുള്ള ആരോപണങ്ങൾ ഒക്കെ ഉന്നയിച്ച് അതാണോ യഥാർത്ഥ വഴി? താങ്കൾ അങ്ങനെയാണോ ഇപ്പോഴും കണക്കാക്കുന്നത്? കാരണം 200-ലപ്പുറം സീറ്റുകൾ നേടി ഒരു പാർട്ടി മുന്നോട്ട് വരുമ്പോഴാണ് അതിനകത്ത് അസ്വാഭാവികതയുള്ളത്. 2020 കണക്ക് പരിശോധിക്കുക. അന്ന് മഹാസഖ്യത്തിനും BJP മുന്നണിക്കും ഉണ്ടായിരുന്നത് ഏകദേശം തുല്യമായ വോട്ടുകളാണ്. 37%. ഞങ്ങളുടെ വോട്ട് ശതമാനത്തിൽ ഇപ്പോൾ കാര്യമായിട്ടുള്ള ഇപ്പോൾ പറയുണ്ടായി JDU അന്ന് 15% വോട്ട് കിട്ടിയ JDUവിന് 46 സീറ്റ് കിട്ടി. അങ്ങ് പരിശോധിക്കും JDUവിന് എത്ര ശതമാനം വോട്ടുണ്ട്? ഇലക്ഷൻ കമ്മീഷൻ സൈറ്റിൽ പരിശോധിക്കും. JDUവിന് ഇപ്പോഴും ഉള്ളത് 18% വോട്ടേ ഉള്ളൂ. BJPക്കുള്ളത് 22% വോട്ടേ ഉള്ളൂ. കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ നിന്ന് കാര്യമായ അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കിയിട്ടില്ല. എനിക്കൊരു ഇടവേള അനിവാര്യമാകുന്നത് കൊണ്ടാണ് തീർച്ചയായും താങ്കൾ പറഞ്ഞൊരു ഡേറ്റ് കൂടി ഒന്ന് വളരെ പെട്ടെന്ന് പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കാം. അതായത് താങ്കൾ 2020 കണക്കാണ് പറഞ്ഞത്. അവിടെ NDAയും ഇന്ത്യ സഖ്യവും തമ്മിലുള്ള വോട്ട് നില, ആ വോട്ട് ഷെയറിന്റെ വ്യത്യാസമാണ്. അവിടെ NDA എന്നത് 37.34% വോട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയത് എങ്കിൽ ഇന്ത്യ സഖ്യം നേടിയത് 37.13 എന്നതാണ്. തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ ദശാംശം ഏതാണ്ട് 2 അല്ലെങ്കിൽ 2.0 വ്യത്യാസം മാത്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് എന്നത് വസ്തുതയാണ്. അതെങ്ങനെ മാറും? അതായത് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആ കണക്കുകൾ ഏത് നിലയിലാണ് മാറുക എന്നത് നമുക്ക് കണ്ടറിയണം. അതിന് ആ ഡേറ്റ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി സമയം വേണ്ടിവരും എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.